അസ്സലാമലൈക്കും. നമ്മുടെ നാട്ടിലെ വിശേഷ ദിവസങ്ങളിൽ ഒരു മധുരം കൊടുക്കും. അതിൽ ഏറ്റവും കൂടുതൽ നൽകുന്നത് ഒരു ലഡു ആയിരിക്കും അല്ലെ? ഈ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് കടലമാവാണ്. ഇത് നല്ല പോലെ തന്നെ അരിച്ചു മാറ്റുക. അരിച്ചു മാറ്റിയ ഈ കടലമാവിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്കായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നല്ലൊരു ലൂസ് ബാറ്ററായിട്ട് മാറ്റിയെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. വെള്ളത്തിൻ്റെ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല, കാരണം അത് മാവിനെ ആശ്രയിച്ചിരിക്കും. കുറേശ്ശെയായിട്ട് ഒഴിച്ച് യോജിപ്പിച്ച് നോക്കുക. എന്നിട്ട് ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റിയെടുക്കുക. ലഡുവിന് നല്ല മഞ്ഞ കളറല്ലേ, അപ്പോൾ ഇതിലേക്ക് കളർ വേണ്ടവർക്ക് കളർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ബൂന്തി ഉണ്ടാക്കിയെടുക്കുന്ന മാവിന്റെ പരുവം ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇനി ഇതിനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഈ പറഞ്ഞ 10 മിനിറ്റിന് ശേഷം ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം. ഇതിലേക്ക് കുറച്ചൊന്ന് ഇറ്റിച്ചു നോക്കുക. പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഇത് ചൂട് ശരിയായി എന്നുള്ളതാണ് അർത്ഥം. ഇനി ഇതിലേക്കായിട്ട് ഒരു ഓട്ടക്കയിൽ ഉണ്ടാവുമല്ലോ, ആ കയ്യിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് ഒരു ഭാഗത്തല്ല ചുറ്റുഭാഗത്തേക്കും ഈ തവി ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പൊ എല്ലായിടത്തേക്കും ആവും. എന്നിട്ട് വല്ലാതെ മൂത്ത് പോകരുത്, വളരെ കുറഞ്ഞ സമയം വേവായാൽ മതി. ശേഷം കോരിയെടുക്കാം. ഇതൊരൊറ്റ തവണയായിട്ടല്ല കേട്ടോ വേവിച്ചെടുക്കേണ്ടത്, പല തവണകളായിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഈ ലൈറ്റ് മഞ്ഞയിൽ നിന്നും ഡാർക്ക് മഞ്ഞയിലേക്ക് മാറിയാൽ ഇത് ഹാർഡായി മാറും. അതിന് മുമ്പായിട്ട് തന്നെ കോരിയെടുക്കണം. സത്യത്തിൽ ഇതിങ്ങനെ കട്ട കുത്താൻ തന്നെ പാടില്ല. കട്ട കുത്താതെ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് വന്നതാണ്. പക്ഷെങ്കിൽ ഇത് കൈകൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്താൽ മതി കേട്ടോ, ഒന്ന് ചൂടാറിയതിന് ശേഷം. ഇനി ഇതിലേക്കായിട്ടുള്ള കാഷ്യൂനട്ടും ബ്ലാക്ക് റൈസിൻസും ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പഞ്ചസാരയാണ്. ഈ 2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബൂന്തി ഒന്ന് ഉടച്ചെടുക്കാം. പഞ്ചസാര നല്ല പോലെ മെൽറ്റായി വരണം കേട്ടോ. ശേഷം ഇതൊന്ന് കുറച്ചെങ്കിലും വറ്റി വരണം. വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ച ബൂന്തി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് മുഴുവനായും ബൂന്തി വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവനായിട്ടും ചൂടാറുന്നതിന് മുമ്പായാണ് നമ്മൾ ലഡുവായിട്ട് ഉരുട്ടിയെടുക്കേണ്ടത്. പക്ഷേങ്കിൽ അത് കുറച്ച് ടാസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി വേണം ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചൂടോടുകൂടി ഉരുട്ടിയെടുക്കണമെങ്കിൽ കയ്യിന് അത്രയും എന്താ പറയാ, കൈൻ്റെ ഉൾഭാഗം അത്രയും തൊലിക്കട്ടി വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളത് ചൂടോടുകൂടി ഉരുട്ടിയെടുക്കാൻ കഴിയുകയുള്ളൂ. എന്നെ കൊണ്ട് അത് കഴിഞ്ഞിട്ടില്ല. ഞാനിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിനുശേഷമാണ് ഉരുട്ടിയത്. അങ്ങനെ മുഴുവനായും ഇതുപോലെ ഉരുട്ടിയെടുക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലഡു തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ, ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.